അങ്ങനെ ഇന്ന് നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയും വഴിയിലെ കാഴ്ചകളും കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ യാത്ര പോകാൻ പുറപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ കൊട്ടിയൂരിലെ അമ്പായത്തോട് എന്ന സ്ഥലത്തു നിന്നാണ്. നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വഴിയാണ്. പാൽച്ചുരം ചുരം വഴിയുള്ള യാത്രയാണിത്. കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് എന്ന സ്ഥലത്തു നിന്നും വയനാട്ടിലെ ബോയ്സ് ടൗൺ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചുരമാണിത്. ഏകദേശം അമ്പായത്തോട് നിന്നും ബോയ്സ് ടൗൺ വരെ ഒരു 6 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് റോഡുകളിൽ ഒന്നാണ് ഈ പാൽച്ചുരം വഴിയുള്ള യാത്ര. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെങ്കിൽ പോലും വളരെയധികം അപകടം നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് ഇതിലെയുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം റോഡിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വലിയ തിണ്ടും മണ്ണൊക്കെ ഇടിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേ സൈഡിലാണെങ്കിൽ നല്ല നല്ല കൊക്കയുള്ള സ്ഥലം, അതായത് നല്ല ആഴമുള്ള സ്ഥലമാണ്. പോകുന്ന വഴിയൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണാം ഒത്തിരി പാറക്കല്ലുകളൊക്കെ താഴേക്ക് വീണിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ മഴയത്തൊക്കെ മഴ ശക്തിയായി പെയ്യുന്ന സമയങ്ങളിലൊക്കെ താഴേക്ക് പാറ പൊട്ടി താഴേക്ക് വീഴുന്നതാണ്. മഴക്കാലങ്ങളിലൊക്കെ ഇതിലെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് വളരെയധികം അപകടം നിറഞ്ഞൊരു യാത്ര കൂടിയാണ്. ദിവസവും ഒത്തിരിയധികം വാഹനങ്ങൾ ഈ റോഡ് വഴി വയനാട്ടിലോട്ടും വയനാട്ടിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കും പോകാറുണ്ട്. പോകുന്ന വഴിയൊക്കെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആ റോഡിൻ്റെ സൈഡിലായിട്ട് തിണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. കണ്ണൂർ ജില്ല ഇവിടം വരെയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയാണ്. താഴെ ഒരു കലിങ്ങുണ്ട്, ആ കലിങ്ങിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്നത് വയനാട് ജില്ലയാണ്. അപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇടതു ഭാഗത്തേക്ക് പോകുന്ന വയനാട് മാനന്തവാടി ഭാഗത്തേക്കുള്ളതും വലതു ഭാഗത്തേക്ക് കാണുന്ന റോഡ് 42-ൽ നിന്നും പേരിയ വഴി നെടുമ്പോയി തലശ്ശേരി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ അതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. കാരണം മഴയത്ത് റോഡ് വിള്ളൽ വന്നത് മൂലം ഇപ്പം അതുവഴി പോകുന്ന നെടുമ്പോയി വഴി പോകുന്ന ബസ്സുകളും മറ്റു എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കൊട്ടിയൂർ വഴിയാണ് പോകുന്നത്. ഈ ചുരം ഇറങ്ങിയിട്ടാണ് പോവാറ്. വയനാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ റോഡിൻ്റെ 2 സൈഡിലും നല്ല പച്ചപ്പാണ്. 2 സൈഡിലും തേയിലത്തോട്ടം ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.